എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് BJP ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേക്കേറിയ സന്ദീപ് വാര്യർ CPMലോട്ട് പോകുന്നു എന്നുള്ള ഒരു റൂമർ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അതിനാസ്പദമായ ഒരു സംഭവം എന്താണെന്ന് വിശദമായി ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം 1-2 ദിവസം മുന്നേ സന്ദീപ് വാര്യർ എം സ്വരാജും MB രാജേഷുമായിട്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള അനൗദ്യോഗികമായ റിപ്പോർട്ട് സോഷ്യൽ മീഡിയ ചില ഹാൻഡിൽസ് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനവർ തെളിവും പറയുന്നുണ്ട്. നിലമ്പൂരിലെ ഒരു പ്രമുഖ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഏകദേശം 2-3 മണിക്കൂർ ഇവർ ഒരുമിച്ച് ചർച്ച ചെയ്തു എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ അടുത്ത കാലത്താണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേക്കരുത്? എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു BJP ബന്ധം ഉപേക്ഷിച്ചത് വാര്യർ. അതായത് ആ സമയത്ത് ഒരു പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കൺവെൻഷനിൽ സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയുടെ പുറത്താണ് വാര്യർ BJP ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലോട്ട് ചേക്കരുത്. അന്ന് ഒരുപാട് റൂമർ ഉണ്ടായിരുന്നു. ആ സമയത്ത് വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ MB രാജേഷ് ഫാമിലി ഫ്രണ്ടാണ്, AK ബാലൻ എൻ്റെ ഗുരു തുല്യനാണ് എന്നൊക്കെ ഈ വാര്യർ വെച്ച് കാച്ചത് ചാനൽ ഫ്ലോറിൽ ഇരുന്നിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മീഡിയയുടെ മുന്നിൽ അടക്കം വന്നിട്ട് വാര്യർ ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ മീഡിയയുടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മെയിൻസ്ട്രീം മീഡിയ ആയിക്കോട്ടെ, എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എല്ലാ ഇതും ചർച്ച ചെയ്തത് വാര്യർ CPMലോട്ട് പോകും എന്നായിരുന്നു. പക്ഷേ അവസാനം എന്തോ ഒരു അട്ടിമറി നടന്നു. അപ്പോൾ ഇവർ ഒരുപാട് നെഗോഷിയേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഈ MB രാജേഷും AK ബാലനൊക്കെ ആയിരുന്നു അതിന് മുൻകൈ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് നെഗോഷിയേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അതൊന്നും മെറ്റീരിയലൈസ് ചെയ്തില്ല. വാര്യർ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ CPM എന്തുകൊണ്ട് വാര്യർ ആ സമയത്ത് പാലക്കാട് ഇലക്ഷൻ സമയത്ത് CPMലോട്ട് പോയില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. മുഹമ്മദ് റിയാസിൻ്റെ ഇൻഫ്ലുവൻസും എന്താ പറയുക, പിണറായി വിജയൻ്റെ ഒരു താല്പര്യം കൂടിയാണ്. അതെന്താണ് ഞാൻ വിശദമായി പറഞ്ഞുതരാം. അതായത് ഈ കുറച്ച് കാലമല്ല മുമ്പേ ഉള്ളതാണ്. ഈ CPM സ്വീകരിച്ച് പോകുന്നൊരു നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ ഇസ്ലാമിക പ്രീണനം. ഇപ്പോൾ ഈ മരുമകൻ റിയാസ് പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷം അത് ഒന്നും കൂടി ബലപ്പെട്ടു. സമസ്ത മേഖല, അതായത് അതിൻ്റെ എല്ലാ പരിധിയും ലംഘിച്ചിട്ടാണ് ഇപ്പോൾ ഇസ്ലാമിക പ്രീണനം CPM നടത്തുന്നത്. അതിപ്പോൾ കേരളത്തിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ആരാണ് ഇസ്ലാമിൻ്റെ ചാമ്പ്യൻ? അത് CPMും കോൺഗ്രസും മത്സരിക്കുകയാണ്. നമുക്ക് പറയാം, ഈ കോൺഗ്രസ് പണ്ട് ഇസ്ലാമിക ലീഗിൻ്റെ അടിമയാണ്. കേരളത്തിൽ കോൺഗ്രസ് എന്ന് വെച്ചാൽ ലീഗിൻ്റെ അടിമയാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിക്കുന്നത് ഈ പാണക്കാട്ടിൽ നിന്നാണ്. പാണക്കാട്ടിൽ നിന്ന് ഫൈനൽ അപ്രൂവൽ കിട്ടാതെ കേരളത്തിൽ ഒരാളെയും ഇവർ സ്ഥാനാർത്ഥിയാക്കില്ല കോൺഗ്രസ്. അപ്പോൾ അത്രക്കും അടിമയാണ്. അപ്പോൾ ഈ ലീഗിനെ ഇവിടുത്തെ ഈ മുസ്ലിം വോട്ടിനെ പ്രീണിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് രാമക്ഷേത്രത്തിന് എന്താ പറയേണ്ടത്, പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇത് ലഭിച്ചിട്ട് പോലും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാർ പോലും പോയില്ല. പക്ഷേ പോകാതിരുന്നിട്ടും അതിനെതിരെ ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് അമിതമായ ഇസ്ലാമിക പ്രീണനം. അതായത് കോൺഗ്രസ്സാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇവരെ ലാളിച്ചും കൊഞ്ചിച്ചും വഷളാക്കുന്നത്. അപ്പോൾ CPM ഇതേ രീതിയിലും മത്സരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ചാനൽ ചർച്ചയിലും ഈ എന്താ പറയണ്ടേ, ഈ മുസ്ലിങ്ങൾക്കെതിരെയും ഈ ഇസ്ലാമിക സമൂഹത്തിനെതിരെയൊക്കെ അതിശക്തമായ വാക്കുകൾ കൊണ്ടും അതിശക്തമായ നിലപാട് കൊണ്ടും ശ്രദ്ധേയമായ ഒരാളാണ് ഈ സന്ദീപ് വാര്യർ. പല സ്ഥലത്തും പച്ചക്ക് കാര്യങ്ങൾ പറയുന്ന ഒരാൾ തന്നെയായിരുന്നു സന്ദീപ് വാര്യർ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, അതായത് പച്ചക്ക് വർഗീയത പറയുന്ന ഒരാളെ പെട്ടെന്ന് CPMലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത്, അതെന്ന് വെച്ചാൽ അവർ കൂടുതലും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, CPM ആയാലും കോൺഗ്രസ് ആയാലും കൂടുതലും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, കോൺഗ്രസിന് പിന്നെ അതിൻ്റേതായ ഒരു ബാലൻസിങ് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഇനിയിപ്പോൾ നരേന്ദ്രമോദി കോൺഗ്രസ്സിൽ വന്നു കഴിഞ്ഞാലും അവർക്കൊരു ബാലൻസിങ് സ്ട്രാറ്റജി ഉണ്ട് ഓൾ ഇന്ത്യ നാഷണൽ ലെവലിൽ. പക്ഷേ CPMന് അതില്ല. പെട്ടെന്ന് എങ്ങനെ ഒരു അമിതമായിട്ട് ഈ ഇസ്ലാമിക സമൂഹത്തിനെതിരെ പറയുന്ന ഒരാൾ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ആ വോട്ട് ബാങ്ക് അവിടെ എന്താ പറയുക, അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ മുസ്ലിം വോട്ട് ബാങ്കിൽ പെട്ടെന്ന് വന്ന് വിള്ളൽ വീഴാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്, അത്തരത്തിലൊരു തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ടാണ് അന്ന് പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് സന്ദീപ് വാര്യരെ ധൃതി പിടിച്ച് CPMൽ എടുക്കാഞ്ഞത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. വാര്യർ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചാണ് BJP വിട്ട് കോൺഗ്രസിലോട്ട് പോയത്. അതായത് ആ സമയത്ത് VD സതീശനും ഷാഫി പറമ്പിലൊക്കെ മുൻകൈയെടുത്ത് ഒരുപാട് തവണ നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് വാര്യരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതായത് അടുത്ത ഇലക്ഷനിൽ പാലക്കാടോ അല്ലെങ്കിൽ മണ്ണാർക്കാടോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിർത്തിയിട്ട്, പട്ടാമ്പി എവിടെയെങ്കിലും നിർത്തിയിട്ട് MLA ആക്കാമെന്നുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞു, പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ശരിക്കും വാര്യർ കറിവേപ്പിലായി. അതായത് ഈ ഷാഫി പറമ്പിൽ പോലും പരസ്യമായിട്ട് ഈ വാര്യർക്കെതിരെ രംഗത്തെത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പല വിഷയത്തിലും. അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ആ ഘട്ടത്തിലേക്ക് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നല്ലോ, സുരേന്ദ്രനെ മാറ്റും അങ്ങനെയാണെന്നില്ല. ആ ഒരു ഘട്ടത്തിൽ പോലും ചാനൽ മീഡിയയുടെ ആൾക്കാർ വിളിക്കുന്നത് സന്ദീപ് വാര്യരായിരുന്നു. അപ്പോൾ സന്ദീപ് വാര്യരായിരുന്നു എന്താ പറയുക, BJPയുടെ കാര്യങ്ങൾ ചോദിച്ച് BJP നേതാക്കന്മാരെയല്ല വിളിക്കുന്നത്, നേരെ മറിച്ച് സന്ദീപ് വാര്യരാണ് വിളിക്കുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ ആധികാരികമായിട്ട് BJPയുടെ ഒരു വക്താവ് എന്ന നിലയിൽ ആ രീതിയിൽ പോലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഷാഫി പറമ്പിലൊക്കെ സന്ദീപ് വാര്യർ വിളിച്ച്
അതിഗംഭീരമായിട്ട് താക്കീത് നൽകിയിരുന്നു. അതായത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങൾ താൻ ഇടപെടേണ്ട, അതായത് ഇത്തരം കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് ഒരു അഭിപ്രായം പറയേണ്ട, പൊതുവെ ഒരു മാന്യത എല്ലാ പാർട്ടികളും എന്തും മറ്റു പാർട്ടികളിൽ നടക്കുന്ന ആഭ്യന്തര കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മറ്റു പാർട്ടികളിലെ ആൾക്കാർ പറയും ഇത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ ഞങ്ങൾക്ക് അധികം ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ സന്ദീപ് വാര്യർ ഈ ബി ജെ പിയുടെ കേസ് സുരേന്ദ്രനെ മാറ്റുമോ ഇല്ലയോ എന്നില്ലേ കാര്യം വരുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ ചാനൽ ചർച്ചകൾ മണിക്കൂറുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ചാനലുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും കോൺഗ്രസിൽ അതൃപ്തി ഉണ്ടായിരുന്നു. ശരിക്കും സന്ദീപ് വാര്യർക്ക് വാൺ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ശരിക്കും കറിവേപ്പിലായി. ഇപ്പോൾ വക്താവാണ്. ഈ വക്താവായിട്ട് പോലും ചാനൽ ചർച്ചയിൽ പോയിട്ട് ശരിക്കും ഊക്ക് വാങ്ങുന്നറിയില്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അത് എന്തുകൊണ്ടാണ് ഊക്ക് കിട്ടുന്നത്? പല ചർച്ചകളിലും പോയിട്ട് ഓരോ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ താൻ മുമ്പെടുത്ത നിലപാടും അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുകയാണ്. ഇതൊന്നായിരുന്നല്ലോ മുമ്പ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത്തരത്തിലൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സന്ദീപ് വാര്യർ ആകെ എന്താ പറയണ്ടത്, മുമ്പ് ബി ജെ പിയുടെ ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുന്ന ആ ഒരു ഇതിനകത്ത് നിൽക്കുമ്പോൾ കാണിച്ച ഒരു പെർഫോമൻസ് ഒന്നും ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ല. ഈ അടുത്ത കാലത്തിനൊരു സംഭവം ഉണ്ടായി, ശങ്കുട്ടി ദാസുമായിട്ടുള്ള ഒരു ചാനൽ ചർച്ചയിൽ ശരിക്കും സന്ദീപ് വാര്യർ അത് നന്നായിട്ട് നാണം കെട്ടുപോയിട്ട് സന്ദീപ് വാര്യർക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. അതിൻ്റെ പേരിൽ ആ ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ശങ്കുട്ടി ദാസിനെ വ്യക്തിപരമായി അപമാനിക്കുന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതി പിടിപ്പിച്ചു. ശങ്കുട്ടി ദാസിന് അപകടമുണ്ടായത് വെള്ളമടിച്ച് കോൺതിരിഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നില്ലേ താൻ, അതുകൊണ്ടാണ് അപകടം സംഭവിച്ചെന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വിട്ട് അത് സോഷ്യൽ മീഡിയ അടുത്ത കാലത്ത് വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും സന്ദീപ് വാര്യർ ഇപ്പം എന്താ പറയുക, ആകെ നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയാണ്. കോൺഗ്രസ്സിൽ എന്തായാലും ഒരുപാട് സീറ്റ് മോഹികളുണ്ട്. ഈ അടുത്ത വർഷം നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ വാര്യർക്ക് സീറ്റ് കിട്ടുന്നില്ല, ഒരു ഹോപ്പുമില്ല. വാര്യർക്ക് പണിയാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഷാഫി പറമ്പിലിനെ പോലത്തെ ആൾക്കാർ, അതായത് വാര്യരെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ചരട് വലിച്ച് ഷാഫി പറമ്പിലിനെ പോലത്തെ ആൾക്കാർ തന്നെ സന്ദീപ് വാര്യർക്ക് ഇട്ട് പണി കൊടുക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഇടക്കാലത്ത് ഈ മുസ്ലിം ലീഗിനെ പാണക്കാടൊക്കെ പോയിട്ട് അവന്മാരെയൊക്കെ ഒന്ന് പൊക്കിയടിക്കുക, എന്ന് പാണക്കാട് നരേന്ദ്രമോദി കുഞ്ഞാലിക്കുട്ടിയെ കണ്ടുപിടിക്കണം, മതേതരത്വം എന്താണെന്നൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വെച്ച് കാച്ചിയല്ലോ. അതായത് ഇൻ കേസ് എന്തെങ്കിലും ലീഗിൻ്റെ സപ്പോർട്ട് കൊണ്ടെങ്കിലും ഒരു സീറ്റ് സംഘടിപ്പിക്കാൻ ആ ഒരു കാഴ്ചപ്പാടാണ് വാര്യറെ ഇത്തരത്തിലൊക്കെ എന്താ പറയേണ്ടത് പറയാൻ പ്രേരിപ്പിച്ചത്. എന്ത് തന്നെയായാലും ഈ ലീഗിന് പോലും ഇപ്പോൾ വാര്യരെ രക്ഷിക്കാൻ പറ്റുന്നില്ല ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് തൻ്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നല്ല സമയം നോക്കി CPM-ലോട്ട് ചാടാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ CPM മാനസികമായിട്ട് സ്വരാജിനെ പോലെ ആൾക്കാർക്ക് എന്തായാലും ഈ ഇലക്ഷൻ ജയിച്ചേ പറ്റൂ. അതായത് ഇല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അടഞ്ഞു പോകുന്നതിൽ തിരിച്ചറിവ് സ്വരാജിനുണ്ട്. അപ്പോൾ സ്വരാജിനൊക്കെ നല്ല താല്പര്യമുണ്ട് വാര്യരെ എത്രയും പെട്ടെന്ന് ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിനെ പോലത്തെ ആൾക്കാർ തടസ്സം നിൽക്കുകയാണ്. മുഹമ്മദ് റിയാസിനെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടത്, അതായത് തനിക്ക് ഭീഷണിയാകുമെന്ന് കരുതുന്ന ഈ എന്താ പറയുക സ്വരാജിനെ പോലെയുള്ള ആൾക്കാരെ എന്നേക്കുമായി രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പിണറായിയും മരുമകനും തന്നെയാണ്. അപ്പോൾ അവരും ആഗ്രഹിക്കുന്ന സ്വരാജിൻ്റെ തോൽവിയാണ്. പക്ഷേ ഇനി എത്ര കാലം ഇവർക്ക് ഈ പിണറായിസം ഇവിടെ പാർട്ടി നടപ്പിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്താ പറയുക, ഈ ഇൻ കേസ് ഭരണം പോയി കഴിഞ്ഞാൽ, അതൊരു കോൺഗ്രസ് ഭരണം വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനൊക്കെ എന്ത് ചെയ്യും? മുഹമ്മദ് റിയാസിനൊക്കെ എടുത്തിട്ട് അലക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക, അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ഇവർ ഈ മുഹമ്മദ് റിയാസിന് ഇവരൊന്നും ഇത് വിലക്കെടുക്കുന്നില്ല. എന്ത് തന്നെയായാലും വാര്യർ വരാൻ തയ്യാറാണെങ്കിൽ CPM രണ്ട് കൈ നീട്ട് സ്വീകരിക്കാനും CPM തയ്യാറാണ്. അത് മാനസികമായിട്ട് ഇരു കൂട്ടരും തയ്യാറെടുത്തു. പക്ഷേ നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാര്യർ മനസ്സിലെന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ CPM-നും ചില സ്ട്രാറ്റജി ഉണ്ടാവും. അതായത് അവർക്ക് ഇലക്ഷൻ ജയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എന്താ പറയുക ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് നടക്കാനുള്ളത് നമ്മുടെ അസംബ്ലി ഇലക്ഷനാണ് 2026. ഒരു വർഷം തികച്ചില്ല. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടിയിട്ട് CPM വാര്യർ വീണ്ടും എന്താ പറയുക കോൺഗ്രസിന് ചാടിക്കാനുള്ള ഒരു പദ്ധതി അണിയറയിൽ ഒരുങ്ങിയാണ്. വരും ദിവസങ്ങൾ ഇത് മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെയുള്ള ഒരു ചർച്ചകളിലേക്ക് കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ എന്താ പറയുക വളരെ സത്യസന്ധമായ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിനാലും നമുക്ക് കാത്തിരിക്കാം വാര്യർ എന്താ പറയുക കോൺഗ്രസിന് CPM-ലോട്ട് പോകുമോ ഇല്ലയോ എന്ന്. അതിനെ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.